ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2020 മെയ് മാസം 24 ഞായറാഴ്ച വിശുദ്ധ ആരാധനയിൽ ഭവനങ്ങളിലും ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിലും ഇരുന്നുകൊണ്ട് പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗ പരിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവമായ കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അവിടുന്ന് ഞങ്ങളെ അത്ഭുതവും അതിശയകരവുമായി കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു. ദൈവത്തിന്റെ കൃപകളും നന്മകളും ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ആരാധനയുടെ സമയത്ത് അങ്ങയെ യഥാർത്ഥമായി സ്തുതിക്കുവാനും പാടുവാനും ബോധപ്പെടുത്തുവാനും തിരുവചനം ധ്യാനിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആവശ്യമായ എല്ലാ നൽവരങ്ങളും ഉയർത്തുന്നത് പകർന്നാണ് മാനവ മഹത്വം കൊണ്ടെടുക്കണം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ഞാൻ കീർത്തനങ്ങളിൽ 406 പാട്ട് നമുക്ക് പാടാം. കീർത്തനം 406. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്നും നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം
പരിപാലിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ എടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിന് ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ അർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പോകി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നമുക്കുള്ള മഹാപുരോഗതി നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവരല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥന. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ വഴികളിൽ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റുമനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അരിശന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദമിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതക്രമത്തിലുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവജന ശുശ്രൂഷയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിക്കുവേൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 42-ാം സങ്കീർത്തനം പ്രതിവാക്യമായി നമുക്ക് വായിക്കാം. സാം നമ്പർ 42. മാൻ നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാകും. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്റെ ഉള്ളമെന്നിൽ പകരുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദത്തോളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു.
എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ, എന്റെ ആത്മാവിനിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മീസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങൾ ഇരച്ചലാൽ ആടിയാടിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയാം. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദത്തിനുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ പ്രകാശരക്ഷയും എന്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആരെങ്കിലും പൊഴുന്നേ കുറുകാരം തന്നെ. ആമേൻ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ 15-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പീൻ. The Gospel according to Saint John, chapter 14, verses 15 to 21. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്നറിയും. എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തോ. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കീർത്തനം 206. കീർത്തനം 206. പാപബന്ധം മാറി
നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പ്രഭാതത്തിന്റെ ശാന്തമായ സമയത്ത് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അല്പനിമിഷങ്ങൾ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാനും ആ വചനത്തിന്റെ ശക്തി ആർജിച്ചുകൊണ്ട് കർത്താവിനോട് നിലനിൽപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അടിയന്റെ നാവോട് കൂടെ ഇരിക്കണം. സകലമാന മഹത്വവും കർത്താവ് എടുക്കണം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തില് ഭവനങ്ങളിലും വിവിധ സ്ഥാനങ്ങളിലും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലും വരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം ചെയ്യും. 42-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം. Psalm 42:1. മാൻ നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കും. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ഏറെ പ്രിയപ്പെടുന്നതും ഉപയോഗിക്കുന്നതുമായ പുസ്തകമാണ് സങ്കീർത്തനം. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിൽ കഴിയുന്നവർക്കും അനുയോജ്യമായ സന്ദേശം അതിൽ നമ്മൾ കണ്ടെത്തും. സങ്കീർത്തനങ്ങൾ അധികമായി ധ്വനിക്കുന്നത് മനുഷ്യൻ ദൈവമുൻപാകെ നടത്തുന്ന സ്തുതികളും സ്തോത്രങ്ങളും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സങ്കീർത്തനമാണ് 42. ഇത് ഒരു വ്യക്തിയുടെ വിലാപ ഗീതം. ആരാണ് ഈ സങ്കീർത്തനത്തിന്റെ എഴുത്തുകാരൻ? കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനം എന്ന അതിന്റെ തലവാചകത്തിൽ നമ്മൾ വായിക്കും. കോരഹ ലേവി വംശജൻ. അദ്ദേഹത്തിന്റെ പുത്രന്മാർ ദേവാലയത്തിലെ സൂക്ഷിപ്പുകാരും പാട്ടുകാരുമാണ്. ഈ സങ്കീർത്തനം എഴുതിയ ആള് വിശുദ്ധ ആലയത്തിലെ ശുശ്രൂഷ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾ. തനിക്ക് ആരാധനയിൽ പങ്കുചേരുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യത്തിൽ ആത്മനൊമ്പരത്തോടുകൂടിയാണ് ഈ സങ്കീർത്തനത്തിലെ വാക്കുകൾ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവൻ ദൈവത്തിന്റെ ദാനം. ആ ദൈവിക സംസർഗത്തിൽ മാത്രമേ ജീവന്റെ പൂർണ്ണത നമുക്ക് കണ്ടെത്തുവാൻ കഴിയൂ. ദൈവിക സംസർഗം നിഷേധിക്കപ്പെടുമ്പോൾ ജീവന്റെ സ്രോതസ്സുമായുള്ള ബന്ധമാകുന്നു അറ്റുപോകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റാർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ശൂന്യതയും ദാഹവും നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടും.
ഈ പ്രാരംഭ വാക്യം 42-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം ദൈവീക സംസർഗത്തിനു വേണ്ടിയുള്ള സങ്കീർത്തനക്കാരന്റെ അതിയായ ദാഹം. മാൻ നീർത്തോടനായി ദാഹിച്ചു പലായനം ചെയ്യുന്നത് പോലെ ദൈവീക മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നതിന് ഇപ്പൊ മാൻ നീർത്തോടനായി ദാഹിക്കുന്ന ആ ഒരു അനുഭവമാകുന്നു ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾക്കറിയാം, വെള്ളം ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ആത്മീകമായ നിലനിൽപ്പിന് ദൈവവൈതലിന് ദൈവിക സാന്നിധ്യവും ദൈവവചനവും ആവശ്യം. അപ്പം വെള്ളത്തിനായി ഉഴലുന്ന മാൻപേടയുടെ ഒരനുഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നീർച്ചോലകൾ അല്ലെങ്കിൽ തോടുകൾ വറ്റി വരളുമ്പോൾ അല്പമെങ്കിലും വെള്ളം ലഭിക്കുന്ന സ്ഥാനത്തേക്ക് തീവ്ര ദാഹത്തോട് മാൻ ഓടും. ആ ഓട്ടത്തിൽ അതിന് മറ്റ് യാതൊന്നും പ്രശ്നമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്ന്. അപ്പൊ ഈ കാംക്ഷിക്കുന്നു എന്ന പദം തീവ്രമായ ആഗ്രഹത്തെ കാണിക്കുന്നു. ഇപ്പൊ സങ്കീർത്തനക്കാരന്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ കാംക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആളത്വം മുഴുവനും ആ ആരാധനയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുകയാണ്. തീവ്രമായ ഒരു അന്തർദാഹമാണ് ദൈവത്തിനായി മനുഷ്യാത്മാവിന്. ആ ദാഹം ഭൗതിക വസ്തുക്കൾ കൊണ്ട് തീർക്കുവാൻ കഴിയുന്നത് പദവിയും അധികാരങ്ങളും ഒക്കെ ഇന്ന് മനുഷ്യനെ ലോകത്തിൽ കൂടുതൽ ആർത്തിയുള്ളവനാക്കുന്ന ഒരു കാലയളവ്. എന്നാൽ മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൽ സ്വസ്ഥത കണ്ടെത്തുന്നതുവരെ അസ്വസ്ഥമായിരിക്കുന്ന ഒരു കാഴ്ച. അപ്പൊ ആ ഒരു ഹൃദയ വാഞ്ചയാണ് നമ്മെ ആരാധനയിലേക്ക് നയിക്കുന്നത്. ദാവീദ് 63-ാം സങ്കീർത്തനത്തിന്റെ 1-ാം ഭാഗത്തിൽ വെളിപ്പെടുത്തുന്നത്, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ആത്മാവ് നിനക്കായി ദാഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാലയളവിൽ ദൈവത്തിനായിട്ടുള്ളൊരു അന്തർദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആ ദാഹം ഉണ്ടാകുന്നത് വരെ, ദൈവികമായ കൃപ ലഭിക്കുന്നത് വരെ നമുക്ക് സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയില്ല. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആ ഒരു അന്തർദാഹം ഉണ്ടാകുന്ന സമയത്ത് ഒരു ദൈവിക സംതൃപ്തി നമുക്കുണ്ട്. 36-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ആനന്ദ നദി അവരെ കുടിപ്പിക്കുന്നു, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ട്. അപ്പൊ ജീവന്റെ ഉറവ് ദൈവസന്നിധിയിൽ മാത്രം. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്കാകുന്നു നമ്മൾ ഈ പ്രഭാതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. യെശയ്യാപ്രവചനം 41-ാം അധ്യായം പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, എളിയവരും ദരിദ്രരുമായവർ വെള്ളം തിരഞ്ഞു നടന്നു, ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവേ, ഞാൻ അവർക്ക് ഉത്തരമല്ല, ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. അപ്പൊ എളിയവരും ദരിദ്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ഭക്തജനത്തെ കുറിച്ച്, വിശ്വാസികളെ കുറിച്ച്. അപ്പൊ വിശ്വാസികളെ ആളുകൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ കൈവിടാത്ത ഒരു കർത്താവ് നമുക്ക്. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നില്ല, അല്ലയോ
ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിയുടെ മേൽ എന്റെ ആത്മാവിനെ, നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെ പകരും. ആ ദൈവീക വാഗ്ദത്തം നിറവേറ്റപ്പെട്ടത് യോവേൽ പ്രവാചകനോട് പറയുന്നത്, ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തരുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അതിനുശേഷമാണ് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഇതൊക്കെ നിറവേറ്റപ്പെട്ട സത്യം. നമ്മുടെ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞിരിക്കുന്ന ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വാസ്തവത്തിൽ തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെക്കുറിച്ച് കർത്താവെന്ന് പറഞ്ഞു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ കർത്താവ് ജനമധ്യേ പ്രഖ്യാപിച്ചു. ആത്മദാഹത്തോടുകൂടെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു. നമ്മൾക്കറിയാം, ദാഹം നിയന്ത്രിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു ശാരീരിക അവസ്ഥയാണ്. ഇപ്പൊ കർത്താവിന്റെ അരിക്കൽ വന്ന് ദാഹം തീർക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ഒരു ആന്തരിക ദാഹമുള്ളവർക്കാണ് സത്യത്തിന്റെ ആത്മാവിനെ അവിടുന്ന് നൽകും. ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ വെറും ദാഹജലത്തിന് വേണ്ടിയല്ല ദാഹിക്കുന്നു, ദൈവമായുള്ള ഫെലോഷിപ്പ് അവർ. അതാണ് 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കും. My soul thirsts for God, for the living God. അപ്പൊ ദൈവസന്നിധിയിൽ ദാഹിക്കുന്നവർക്ക് ഈ ജീവന്റെ ഉറവയിൽ നിന്നും പാനം ചെയ്യുവാൻ കഴിയും. അതവിടുത്തെ സൗജന്യമായി നൽകുന്നത്. ഇപ്പൊ ദാഹിക്കുന്നവർക്ക് നിത്യജീവന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി കുടിക്കുവാൻ നൽകുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാകുന്നു ഈ പ്രഭാതത്തിൽ നാം ആയിരിക്കും. ഇത് ദൈവത്തിന്റെ വിലയേറിയ ദാനം. വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിലെ 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇപ്പൊ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വിലയേറിയ ആത്മീക ദാനമാണ് അവിടുന്ന് വാഗ്ദത്തം ചെയ്യുന്നത്. സങ്കീർത്തനക്കാരന്റെ ദാഹം കൂടുതൽ തീവ്രമാകുന്നതിന് 2 കാരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 2-ാം ഭാഗത്തിൽ പറഞ്ഞ എന്താണ്? ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാണ്. ഈ ചോദ്യത്തിൽ നിന്ന്
ദൈവിക സാന്നിധ്യം ഉറപ്പായിട്ടുള്ള ദേവാലയത്തിൽ പോകുവാൻ കഴിവില്ലാതെ അദ്ദേഹം ദേവാലയത്തിൽ നിന്നും വിദൂരതയിൽ എവിടെയാണ്? ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവ സാന്നിധ്യം സവിശേഷമായി ദേവാലയത്തിൽ അനുഭവപ്പെടും. അതുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പാർത്താലും യെരുശലേമിൽ എത്തുവാനുള്ള ഒരു അഭിവാഞ്ച, യെരുശലേം ദേവാലയത്തിന് ആരാധനയിൽ പങ്കെടുക്കുവാനുള്ള അതിയായ ആഗ്രഹം അവർ പുലർത്തി. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചും അത് തന്നെ. വിശുദ്ധ ദിവസം ഞായറാഴ്ച ആലയത്തിലേക്ക് വന്ന് ആരാധിച്ച് ദൈവിക സാന്നിധ്യം അനുഭവിച്ച് ദൈവകൃപ അനുഭവിച്ച് ശുശ്രൂഷയിലേക്ക് നമ്മൾ മടങ്ങിപ്പോയിക്കൊണ്ടിരുന്നവരാണ്. അദ്ദേഹത്തിന്റെ ദാഹം ശക്തമാകാനുള്ള രണ്ടാമത്തെ കാരണവും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. മൂന്നാമത്തെ വാക്യത്തിൽ നിന്റെ ദൈവം എവിടെയെന്നവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നു. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാ, Where is your God? എവിടെയാണ് നിന്റെ ദൈവം? പരിഹാസികളായ ആളുകളുടെ പരിഹാസമാക്കും. ഇത് ദൈവ സാന്നിധ്യത്തെ കുറിച്ച് കൂടുതൽ തീഷ്ണത അദ്ദേഹത്തിന്. ആശ്വാസവും സംതൃപ്തിയും നൽകപ്പെടുന്ന ആലയത്തിലെ ദൈവിക സാന്നിധ്യം അദ്ദേഹത്തിന് അന്യപ്പെട്ടു. അതിനേക്കാൾ ഉപരിയായി പരിഹാസികളെ ആളുകൾ പരിഹാസത്തോട് അദ്ദേഹത്തെ നിന്ദിക്കും. അപ്പൊ ഈ ഒരു അനുഭവങ്ങളാണ് തന്റെ ആത്മീയ ദാഹം രൂക്ഷമാക്കിയ ഘടകം. അദ്ദേഹം പറയുന്നത് എന്താ? ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്വത്രവുമായ സ്വരത്തോടു കൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിൽ ചെന്നത് ഓർത്തു, എന്റെ ഉള്ളവനിൽ പകരം. ഇപ്പൊ സമൂഹമായി ദേവാലയത്തിൽ വന്ന് ആരാധിച്ച് ദൈവകൃപ നന്നായി അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആ കോരകപുത്രന്മാരെ പോലെ കഴിഞ്ഞ 2 മാസക്കാലമായി ആലയത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിയാതെ, ആരാധിക്കുവാൻ കഴിയാതെ ഭവനങ്ങളിലും വിവിധ സ്ഥാനങ്ങളിലുമായി കഴിയുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനം ഒരു പ്രവചനമായിട്ട് നമ്മൾ കാണുകയാണ്. അദ്ദേഹം സ്വയം ചോദിക്കാൻ, എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞെരങ്ങുന്നത് എന്താ? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവും. എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. എന്റെ സഹായകനെ ദൈവത്തെ ഞാൻ ഇനി സ്തുതിക്കും, ഞാൻ ആരാധിക്കും, മഹത്വപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഈ കാലയളവിൽ നാം ശ്രദ്ധയോടെ ഇരിക്കുന്നില്ലെങ്കിൽ വിഷാദ മൂകത നമ്മെ ബാധിക്കും. വിഷാദം നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും, ഭാവിയെ ബാധിക്കാം. അതുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രതീക്ഷയോടെ നാം കാത്തിരിക്കാം. ആ കാത്തിരിപ്പാണ് നമ്മെ ഉന്മേഷമുള്ളവരായി, പ്രത്യാശയുള്ളവരായി നമ്മുടെ പ്രവർത്തന പന്താവിൽ മുന്നോട്ട് നയിക്കും.
വ്യാഴാഴ്ച സ്വർഗാരോഹണ നാളായിരുന്നു. സ്വർഗാരോഹണ നാൾ മുതൽ പെന്തിക്കോസ്ത് നാൾ വരെയുള്ള 10 ദിവസങ്ങള് കാത്തിരിപ്പിന്റെ ദിനങ്ങളായിരുന്നു. അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവർ നഗരത്തിൽ മടങ്ങിച്ചെന്ന് ഉയരത്തിലെ ശക്തി ലഭിക്കേണ്ടതിന് കാത്തിരിക്കണമെന്ന് ആവശ്യം. അവർ ദൈവസന്നിധിയിൽ ഒരുമനപ്പെട്ടു, പ്രാർത്ഥിച്ചു, പാടി, ആരാധിച്ചു, കാത്തിരുന്നു. പെന്തിക്കോസ്ത് നാളിൽ ദൈവീക പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വ്യാപരിച്ചു. അതിന്റെ ഓർമ്മകളെ നമ്മളിവിടെ കണ്ട. പ്രിയമുള്ളവരെ, അന്ന് അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ആ കാത്തിരുന്നവരുടെ മേലാണ് ദൈവത്തിന്റെ ആത്മാവ്. എന്നാൽ ഇന്ന് സഭയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവീക ശക്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ നാളുകളിൽ നമ്മുടെ കുടുംബാരാധനകൾ ശക്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെട്ട ഒരു ലോകത്തിൽ നിന്ന് കുടുംബ ബന്ധങ്ങൾ ഒന്നാക്കപ്പെടുന്ന, ദൃഢമാക്കപ്പെടുന്ന, ദൈവിക സാന്നിധ്യത്താൽ നിറയുന്ന ദിനങ്ങളാകുന്നു ഇതെല്ലാം. അപ്പൊ ദൈവത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും വിദൂരതയിൽ കഴിയുമ്പോൾ അനുഭവപ്പെടുന്ന ആത്മീക വിരസതയും വരൾച്ചയുമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ചൂണ്ടിക്കാണിച്ചത്. ഈ സാഹചര്യം ഉണ്ടാകുന്ന സങ്കീർത്തനക്കാരൻ എവിടെയാണ്? അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്ന ഉത്തര പലസ്തീനിൽ ആയിരുന്നു. 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ, എന്റെ ദൈവമേ, എന്റെ ആത്മാവിനെ വിഷാദിച്ചിരുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്ത് ഹെർമോൻ പർവ്വതങ്ങളിൽ മീസാർ മലയിൽ വെച്ച് ഞാൻ നിന്നെ ഓർക്കും. ഹെർമോൻ പർവ്വത നിരയിലാകുന്നു ഈ സമയത്ത് പലസ്തീനിലെ വടക്കു ഭാഗത്തുള്ള അതിമനോഹരമായ പ്രദേശം. യോർദാൻ നദിയുടെ ഉത്ഭവം അവിടെ തന്നെ. പ്രകൃതി മനോഹരമായ പ്രദേശത്തായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ചിന്തയും ഓർമ്മകളും യെരുശലേം ദേവാലയത്തിലും അവിടെ നടത്തപ്പെടുന്ന ആരാധനയിലുമായിരുന്നു. അതുപോലെ ഈ 2 മാസക്കാലമായി ദൈവീക ആരാധനയിൽ നിന്നും, കൂട്ടായ്മകളിൽ നിന്നും, സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നൊക്കെയും നമ്മൾ അകറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവിക സംസർഗം ലഭിക്കുവാൻ ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ചു. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, കർത്താവിനെ മഹത്വം കണ്ടെത്തുമ്പോൾ വിടുതൽ ലഭിക്കും. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവകൃപ ഏറ്റുവാങ്ങുവാൻ നമുക്ക് കഴിയും. കോരഹപുത്രന്മാരെ സംബന്ധിച്ചിടത്തോളം, ഈ സങ്കീർത്തനത്തിന്റെ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം തന്നെ അടിമപ്പെടുത്തി കളയുന്ന ഒരു സ്ഥിതി വിശേഷമായിരുന്നു. തന്റെ കാലടിയിൽ നിലത്തുനിന്ന് ഇളകുന്നതായ ഒരു സാഹചര്യം, തിരമാലകൾ പോലെ ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ ആഞ്ഞടിക്കുന്നതായ ഒരു സാഹചര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നിന്റെ നീർച്ചാട്ടങ്ങളുടെ രക്ഷലാൽ ആഴി ആഴിയെ വിളിക്കും. നിന്റെ ഓളങ്ങളെ തിരമാലകൾ
എന്റെ മീതെ കടന്നു പോകുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ ആഞ്ഞടിക്കുകയാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തിലും കർത്താവിന്റെ അചഞ്ചല സ്നേഹം അവിടുന്ന് കൽപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിച്ചു, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അന്തർധാര നമ്മുടെ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ. അദ്ദേഹം കേൾക്കുന്നത് ഇപ്പോൾ ആലയത്തിലെ സംഗീതമല്ല, മലയിൽ നിന്നും കുതിച്ചു ചാടുന്ന വെള്ളത്തിന്റെ ഇരമ്പല, താഴ്വരയിലേക്ക് ശക്തമായി ഒഴുകുന്ന നദീ പ്രവാഹത്തെ കണ്ടിട്ടാണ് അദ്ദേഹം പറയുന്നത്, ആഴി ആഴിയെ വിളിക്കും. അപ്പൊ ഇങ്ങനൊരു സാഹചര്യം വളരെയധികം അദ്ദേഹത്തെ നൊമ്പരപ്പെടുത്തി. അതിജീവിക്കാൻ കഴിയുന്ന ചിന്തയുണ്ടായി. എന്നാൽ നിരാശയും വിഷാദവും അതിജീവിക്കുവാനുള്ള മാർഗം അദ്ദേഹം കണ്ടെത്തി. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, ചാട്ടാവാറിന്റെ പ്രഹരം ഏറ്റ്, കോലുകൊണ്ടുള്ള അടിയേറ്റ് വേദന സഹിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. സ്വർഗം അവരുടെ പ്രാർത്ഥനയും പാട്ടും കേട്ടു. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ നമ്മുടെ ദൈവം മതിയായി. അതോടെ ദൈവവുമായിട്ടുള്ള ഒരു ശക്തമായ ബന്ധത്തിലേക്ക് വരുവാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അദ്ദേഹം ദൈവസന്നിധി പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഭക്തികെട്ട ജാതിയോട് എന്റെ വ്യവഹാരം നടത്തണമേ. അദ്ദേഹം ശക്തമായി ദൈവസന്നിധി പ്രാർത്ഥിക്കുക. 43-ാം സങ്കീർത്തനവും 42-ാം സങ്കീർത്തനത്തോട് ബന്ധപ്പെട്ട് 43-ന്റെ പറഞ്ഞിരിക്കുന്നത്, ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണം, ഭക്തികെട്ട ജാതിയോട് എന്റെ വ്യവഹാരം നടത്തുക. ദൈവികമായി ഇടപെടലുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നാം ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. ഈ വിഷാദത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. 11-ാം വാക്യത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താ? എന്റെ ആത്മാവേ നീ വിഷാദത്തിനുള്ളിൽ ഞരങ്ങുന്നത് എന്താ? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. Put your hope in God. ഇപ്പൊ തന്നിലേക്കുള്ള നോട്ടമൊക്കെ നിർത്തും, വെള്ളത്തിന്റെ പ്രവാഹങ്ങളൊക്കെ ഒന്നും കാണുന്നത് മാറ്റിവെച്ചു, പരിഹാസങ്ങളുടെ പരിഹാസ വാക്കുകളൊക്കെ ഒന്ന് ഉപേക്ഷിച്ചു. തന്റെ ശ്രദ്ധ ദൈവത്തെങ്കിലേക്ക് കേന്ദ്രീകരിച്ചു. യഹോവയിൽ അദ്ദേഹം പ്രത്യാശ വയ്ക്കുക. ഈ പ്രത്യാശ എന്ന് പറയുന്നത് യഹോവ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെ കുറിച്ചുള്ള കാത്തിരിപ്പ്. വരാൻ
ദൈവത്തിനെ കാത്തിരിക്കുന്നതാണ് പ്രത്യാശ. പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളെ സഫലമാക്കുന്ന ഒരു കർത്താവ്. ഇപ്പൊ ദൈവത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ വിഷാദത്തിന്റെ കരുതലിലൊക്കെയൊക്കെ മാറും. നമുക്കറിയാം, നാം സൂര്യന് നേരെ തിരിയുമ്പോൾ നമ്മുടെ നിഴല് പിമ്പിലേക്ക് മാറും. 34-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താ? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയി. നമ്മിലേക്കുള്ള നോട്ടം ഒന്ന് മാറ്റിയിട്ട് ദൈവത്തിങ്കൽ ആശ്രയിപ്പാനും ദൈവമുഖത്തേക്ക് നോക്കുവാനുമാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ആത്മദാഹത്തോടെ കടന്നു വരുന്ന ഏവർക്കും ജീവജലം സൗജന്യമായി നൽകുന്ന വാക്ക് പറഞ്ഞ കർത്താവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ പകരും. ആ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കും, നമ്മെ ബലപ്പെടുത്തും, നമ്മുടെ മ്ലാനതകൾ മാറ്റും, നമ്മുടെ വേദനകൾ മാറ്റും. വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളാണ്. ലോകം മുഴുവൻ COVID-19 ബാധിച്ചു. ലോകത്തിന്റെ എല്ലാ സ്ഥാനങ്ങളിലും പ്രാണഭയത്തിൽ കഴിയുന്ന അനേകർ, പ്രവാസികളായി കഴിയുന്ന അനേകർ, നാട്ടിലേക്ക് വരുവാൻ മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുടെ നിലവിളികൾ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതിനേക്കാൾ വലിയ വെല്ലുവിളി കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ, കൊടുങ്കാറ്റ്, ഭീമമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ലോകത്തിന്റെ കൊടുങ്കാറ്റുകൾക്കോ കാർമേഘങ്ങൾക്കോ ആത്മാവിൽ ജീവിക്കുന്ന, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം ദൈവം നമ്മുടെ സഹായകൻ, ദൈവം നമ്മുടെ സംരക്ഷകൻ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ? ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ആ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്നാണ് നെഹെമ്യാവ് 8:10 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യഹോവയിലെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ആരാധന, സ്തുതിയുടെ ഉയർന്ന ഭാവമാണ് നമ്മുടെ ആരാധന. നമ്മുടെ സ്തുതികൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. തന്റെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല, തന്റെ പ്രതിസന്ധികൾ മാറിയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം പലസ്തീന്റെ വടക്ക് ഭാഗത്ത് മലമ്പ്രദേശത്ത്. അദ്ദേഹത്തിന്റെ വലിയ പ്രത്യാശ, ഞാൻ ഇനിയും ആലയത്തിലേക്ക് കടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തും. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്താ? സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്പൊ ദൈവത്തോടുള്ള കടപ്പാടിലും സ്നേഹത്തിലും ഹൃദയം നിറഞ്ഞു തുളുമ്പോൾ മാത്രമേ ആത്മാർത്ഥമായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ കഴിയുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് പൂർണ്ണ ഹൃദയത്തോട് ആത്മാർത്ഥതയോടെ കുടുംബങ്ങളായി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഹൃദയംഗമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. നമ്മുടെ നിരാശകളെ പ്രത്യാശകളായി മാറ്റും. കഷ്ടതകളും വേദനകളും പ്രതിസന്ധികളും മാറ്റും. ദൈവിക പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരും. കാത്തിരുന്ന, വിശ്വസിച്ച, പ്രാർത്ഥിച്ച, ആരാധിച്ച വിശ്വാസികളുടെ മേലാണ് പെന്തിക്കോസ്ത് നാളിൽ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ. അതേ പരിശുദ്ധാത്മാവ് ഇന്നും സഭയെ നയിച്ചു. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മനിർഭരന് വേണ്ടി ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും കാലാവസ്ഥാനം കൂടെ അതിപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് നമ്മളുടെ വിശ്വാസത്തിന്റെ സംഗതികളെ ഒരുമിച്ച് ഏറ്റുപറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ബാധിക്കപ്പെട്ടു, ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചതിന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള ദൈവത്തിന് വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാരണത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ നടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ ഉദ്ധരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർപ്പിന് മുൻപ് 6-ാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദാനം. ഞങ്ങളുടെ ദേഹവും ദേഹി ആത്മാവും പ്രത്യാശയെ സ്വസ്ഥതയെ കടത്തുന്ന ജീവന്റെ നാഥനായ ദൈവമേ, അങ്ങ് വാഗ്ദത്തം നൽകിയിരിക്കുന്ന അവിടുത്തെ ആത്മാവെന്ന കാര്യസ്ഥനെ ഞങ്ങളുമേ പകർന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾ ദർശനങ്ങളും സ്വപ്നങ്ങളും കണ്ട് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച് കൃപാവരങ്ങളാൽ അവിടുത്തെ സാക്ഷികളായി തീരുവാൻ സഹായിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ നോക്കാം. ഈ പ്രഭാതത്തിന്റെ ശാന്തമായ സമയത്ത് ഭവനങ്ങളിലും വിവിധ രാജ്യങ്ങളിലുമായിരുന്ന ഈ ആരാധനയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും ദൈവകൃപയിൽ നമുക്ക് പരമേൽപ്പിക്കാം. മാർഗത്തോടിനായി ദാഹിച്ച് കാംക്ഷിച്ച് പായുന്നത് പോലെ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ കാലങ്ങളിൽ ഭാരവും വേദനയും ആകുലതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഒക്കെ ധാരാളം നാം അനുഭവിച്ചു. 2 മാസക്കാലമായി കോവിഡ് എന്ന മഹാമാരിയാൽ പല പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ മധ്യത്തില് ദൈവം നമ്മെ അത്ഭുതവും അതിശയകരമായി കാത്തു സൂക്ഷിച്ചു. ദൈവം നമുക്ക് ആരോഗ്യം ബലവും ഒക്കെ നൽകി. അവിടെ നമുക്ക് മതിയായവനെ ആ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് സ്തോത്രം ചെയ്യാം.
പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയിരിക്കുന്ന നമ്മെ ദൈവകരങ്ങൾ ഓർക്കാം. നമ്മുടെ സഭകളെ ദൈവകൃപയിൽ നമുക്ക് പരമേൽപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെയും യൗവനക്കാരെയും ദൈവകൃപയെ പരമേൽപ്പിക്കാം. SSLC, +2, മറ്റ് എക്സാമിനുകൾ, ബോർഡ് എക്സാമുകളൊക്കെ എഴുതുവാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ദൈവികമായ ബുദ്ധിയും ജ്ഞാനവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി തിരുസന്നിധി വരുമാറാകട്ടെ. പ്രത്യേകിച്ച് വിധങ്ങളായ ആവശ്യങ്ങളിൽ കഴിയുന്നവരെ നമുക്ക് ഓർക്കാം. ശാരീരിക ക്ഷീണതകളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിന്റെ ക്ഷീണതകളിൽ കഴിയുന്നവരെ ദൈവകൃപയിൽ പരമേൽപ്പിക്കാം. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ജോലിയെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെ ദൈവകൃപയിൽ നമുക്ക് പരമേൽപ്പിക്കാം. വിവിധ രാജ്യങ്ങളിലായി പ്രവാസികളായി കഴിയുന്ന നമ്മുടെ മക്കള്, കുടുംബാംഗങ്ങള്, സഹോദരങ്ങള്, പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കും. നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ദൈവകൃപയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ കേരള സംസ്ഥാനത്തിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. COVID-19 വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ദൈവിക ഇടപെടലും സൗഖ്യവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളെയൊക്കെയും ദൈവകൃപയിൽ നമുക്ക് പരമേൽപ്പിക്കാം. ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കരങ്ങൾ സകല രാജ്യങ്ങളുടെ മേലും നീട്ടപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാം പാർക്കുന്ന ഈ പ്രദേശത്തെ ഓർക്കാം. നമ്മുടെ ഭരണാധികാരികളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്ത്യ രാജ്യത്തെ അതിന്റെ ഭരണാധികാരികളെ ദൈവകൃപയെ പരമേൽപ്പിക്കാം. ഈ നാളുകളിൽ ദർശനത്തോട് പ്രവർത്തിക്കാൻ ആവശ്യമായ കൃപ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങളെയും അധികാരികളെയും നമുക്ക് ഓർക്കാം. ആതുര ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, സാമൂഹിക പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകൃപയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ യാചനകൾ തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നമ്മുടെ സഭകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭാ അധ്യക്ഷന്മാരെ ദൈവകരങ്ങൾ നോക്കാം. ദക്ഷിണേന്ത്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മധ്യകേരള മക്കാരുകയും ബിഷപ്പിനെയും കുടുംബത്തെയും പട്ടക്കാരെയും പ്രവർത്തകരുടെ കുടുംബങ്ങളെയും ജനങ്ങളെയും ദൈവകൃപയിൽ പരമേൽപ്പിക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ സഹോദരി സഭകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുവിധമായ ആവശ്യങ്ങളുടെ ഭാരങ്ങളിൽ കഴിയുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ പരമേൽപ്പിച്ചുകൊണ്ട് നാം ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മുടെ പ്രത്യേക വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. ഉന്നതനും ഉയർന്നിരിക്കുന്നതിനും ശാശ്വതവാസിയും പരിശുദ്ധനുമായ കർത്താവേ, ഉന്നതനാണെങ്കിലും ഉയർന്നിരിക്കുന്നതിനാണെങ്കിലും ശാശ്വതവാസിയാണെങ്കിലും പരിശുദ്ധനാണെങ്കിലും താഴ്മയോട് മനസ്സാളം വസിക്കുന്ന സർവശക്തനായ, സർവവ്യാപിയായ, സർവകൃപാലുവായ, സർവഭരണാധികാരിയായ, സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ ഈ വിശുദ്ധ ദിവസത്തിന്റെ ഈ പ്രഭാതത്തെങ്കിൽ കർത്താവെ, ഇവിടുത്തെ തിരുമുഖം അന്വേഷിച്ച് കടന്നു വന്നിരിക്കുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. മാറത്ത് വൻകച്ച കെട്ടിയവനും അഗ്നിയാലുകൾ കൊത്ത കണ്ണുള്ളവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സ്വർഗീയ സൈന്യം 24 മണിക്കൂറും ആരാധന കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയിലെ പൊടിയെ നാഴിയിൽ അളക്കുവാൻ കഴിവുള്ള ദൈവം, വെള്ളത്തെ തന്റെ ഭുജത്തിൽ എടുക്കുവാൻ അളക്കുവാൻ കഴിവുള്ള ദൈവം. ആമേൻ കർത്താവെ, പർവ്വതങ്ങളെ വെള്ളിക്കോല് കൊണ്ട് കുന്നുകളെ തുലാസിലും നടക്കുവാൻ കഴിവുള്ള ദൈവം. ഹല്ലേലൂയ കർത്താവെ, അവിടുന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പേരിയൊലി വിളിക്കുന്ന ദൈവം. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സ്വർഗീയ സൈന്യം ആരാധിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ ഈ പ്രഭാതത്തിങ്ങൾ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് അടുത്തു വന്നിരിക്കുന്ന വേദനയോടെ ഭാരത്തോടെ ആരെന്നെ സഹായിക്കുമെന്ന് ദൈവസന്നിധിയിൽ കർത്താവെ, ഹൃദയത്തിന്റെ വേദനയുടെ കാഠിന്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന മഹാകഷ്ടത്തിലായിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതം ഞങ്ങൾക്ക് ഒരുക്കിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന ആയിരിക്കുന്ന ഭവനങ്ങളിലായിരിക്കുന്ന സാഹചര്യങ്ങളിൽ എന്റെ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഓരോ വ്യക്തികൾക്കും, ഇത് കേൾക്കുന്ന ഓരോ മക്കളുടെ ഹൃദയങ്ങളിൽ
ആശ്വാസവും സമാധാനവും അവിടുന്ന് പ്രാപിപ്പാൻ ഇടയാകണമേ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് ദൈവത്തിനായി കാംക്ഷിക്കുന്നുള്ള ആ വലിയൊരു പ്രത്യാശയോട് അടുത്തു വരുവാൻ സഹായിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ആരാധന കഴിച്ചതും വിശുദ്ധ സംസർഗത്തിലായിരുന്നതൊക്കെ അനുഭവങ്ങളെ തിരിഞ്ഞോർത്തു കർത്താവെ വിഷാദിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നെഹമ്യാവിശ്വസൻ രാജധാനി കർത്താവെ അവിടെ നിന്നിരുന്ന് സുഭിക്ഷമായി ജീവിക്കുന്നെങ്കിലും യെരൂശലേമിന്റെ മതിൽ തീ വെച്ച് ശത്രു തകർത്തു കളഞ്ഞതുമായ അനുഭവം കണ്ടപ്പോൾ കർത്താവെ അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടുകളഞ്ഞതും അതിന്റെ മതിലിടിച്ചു കളഞ്ഞതുമായ അനുഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അവനത് കേട്ട വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ അവൻ കരഞ്ഞു, ഉപവസിച്ചു, അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആ മഹാകഷ്ടത്തിലായിരുന്നു ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ഇടിവിൽ നിന്ന് പ്രാർത്ഥനയുടെ ഫലത്താൽ യെരൂശലേമിന്റെ മതിലുകളെയും അതിന്റെ കർത്താവെ വാതിലുകളും ചുട്ടുകളഞ്ഞതും തീ വെച്ചതുമായ അനുഭവങ്ങളെ വീണ്ടും വീണ്ടും പുനഃസൃഷ്ടി ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കിയതുപോലെ ഈ നാളുകളിൽ ഞങ്ങളായിരിക്കുന്ന ഏതനുഭവങ്ങളുടെ മധ്യത്തിൽ ഇവർ നിലവിളിച്ചുകൊണ്ട് പുനഃപ്രതിഷ്ഠ ചെയ്യുവാൻ തക്കവണ്ണം ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പുതുക്കി പണിഞ്ഞതുകൊണ്ട് ആരാധനയുടെയും കൂട്ടായ്മയുടെയും ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തിന്റെയും ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ ഈ നാടുകളിൽ പുതുക്കിപ്പണിയുന്ന അനുഭവമാക്കി ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകാല് ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലവിധ ദുഃഖങ്ങളെ പ്രയാസങ്ങളെ മഹാമാരിയാല് അവിടുന്ന് കഷ്ടപ്പെടുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾ, വേദനയിലായിരിക്കുന്ന, രോഗാവസ്ഥയിലായിരിക്കുന്നവർക്കൊക്കെ അവിടുന്ന് വിടുവിക്കുന്നവനും രക്ഷിക്കുന്നവനുമായ ദൈവമാണല്ലോ. അവിടുന്ന് വിടുവിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം. സൗഖ്യദായകനായ കർത്താവ് സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങളെ വഹിച്ചുകൊണ്ട് വേദനകളെ ചുമന്നുകൊണ്ട് അവിടുന്ന് ക്രൂശിന്മേ കയറി അടിപ്പിടരാൻ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വലിയ സൗഖ്യത്തിന്റെ ഉടമകളായി തീരുവാൻ ലോകരാഷ്ട്രങ്ങൾക്ക് സൗഖ്യം വരുത്തുന്ന കർത്താവെ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെറിയതും വലിയതുമായ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ മക്കളുടെ മേലും ദൈവ സാന്നിധ്യം പകർന്ന് ദൈവമേ കൂട്ടായ യജ്ഞം ഈ ദേശത്തും രാജ്യങ്ങളും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇതിന്റെ മേലെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും വിലാപത്തോടും കൂടെ കർത്താവിന്റെ സന്നിധി വന്ന് നിലവിളിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുവാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊടുങ്കാറ്റിനാല് കർത്താവെ വെള്ളപ്പൊക്കത്താല് കെടുതികൾ അനുഭവിക്കുന്നതായ ഒഡീഷ, കൊൽക്കത്ത പ്രദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്തിന്റെ നിയന്ത്രണം കർത്താവെ, കാറ്റിന്റെ മേലും കടലിന്റെ മേലും അധികാരമുള്ളവൻ അതിനെ ശാസിച്ച് അതിനെ നിയന്ത്രിക്കുന്നവനായ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കഷ്ടങ്ങൾ കൂടി മഹാകഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന നിന്റെ ജനത്തിന്റെ മേലൊരു വിടുതൽ നീ അയക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടത്തിലായി നിലവിളിച്ചു അവരുടെ രട്ടഴിച്ച് നീ സന്തോഷം പിടിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. എന്നാൽ ഈ നാളുകളെ ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ എല്ലാ മക്കളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി, ഭവനങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവാസികളായി പോയിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കാൽവറിയിലെ ഒഴുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർപ്പിക്കണമേ. നാശകരമായ മഹാമാരിയിൽ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ യഥാസമയം എത്തിച്ചേരുവാൻ ദൈവം വഴിയും വാതിലും നിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ തുറന്നു കൊടുത്ത് മാനിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേകാല കാലയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ പ്രത്യേക സംരക്ഷണം കർത്താവേ നീ അവർക്ക് സങ്കേതവും ബലവുമായിരിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളായിരിക്കുന്നവർക്ക് ആർത്ഥിക സഹജമായ ക്ഷീണതയെ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മധ്യവയസ്കരായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരായ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സർവകലാശാല പരീക്ഷകളൊക്കെ ആരംഭിക്കുമ്പോൾ കർത്താവേ അതിനു വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ +2 SSLC എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളൊക്കെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങനെ എല്ലാ വിധത്തിലും കഴിയുന്ന
കഴിയുന്ന നിന്റെ ജനത്തിന്റെ മേലെ സ്വർഗീയ അനുഗ്രഹം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം കർത്താവെ പരിപാലിച്ച ദൈവകൃപയ്ക്കായ സ്തോത്രം. അടുത്തൊരാഴ്ചപ്പെട്ട കാലം തിരുനിവാസത്തിന്റെ മറവിലങ്ങ് മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണും ഒരുക്കി തന്റെ ജനത്തെ മരുഭൂമിയിൽ നടത്തിയവനായ ദൈവം അതിശയകരവുമായി അത്ഭുതകരമായി അവിടുന്ന് നടത്തുവാൻ അവിടുന്ന് വിശ്വസ്തനാകിയാൽ നന്ദിയോട് സ്തോത്രം. എല്ലാ അവസ്ഥയിലും ഇരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളുടെ മേല് സ്വർഗീയ കൃപയും സ്വർഗീയ ആശ്വാസവും സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം പൊന്നുനാഥൻ എടുക്കണം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പൊതുവിലുള്ള സ്തോത്രം. സർവശക്തിയുള്ള ദൈവമേ, സകല കന്യകളുടെയും പിതാവേ, അയോഗ്യരായ ഇവരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകന്യയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിലയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടികളും പരിപാലിക്കുന്നതിന് ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുക്കാൻ കൂടാത്ത സ്നേഹത്തിന് വേണ്ടി, കൃപാവഴികൾക്ക് വേണ്ടി, മോഹത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും ഒരുപാട് നടന്നു. അങ്ങനെ ഞങ്ങളുടെ അതിരങ്ങൾ കൊണ്ടും മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പുഷ്ടപ്പെടുത്തേണ്ടതിന് നിന്റെ സകല കടകളെയും തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരെ അപേക്ഷകളെ പ്രകാരം നൽകുന്ന വാഗ്ദത്വം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെ അപേക്ഷകളിൽ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനം ഞങ്ങൾക്ക് തരണമേ. ആമേൻ. നിന്നെ
ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. പ്രക്ഷുബ്ധമായ ഒരു ലോകം, കോവിഡ് എന്ന മഹാവ്യാധി ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ സൗഖ്യമാക്കുന്ന അവിടുത്തെ കരം ലോകരാജ്യങ്ങളുടെ മേലും ഞങ്ങളുടെ മേലും ഒരുപോലെ അവിടുന്ന് പകർന്ന് സൗഖ്യവും വിടുതലും അവിടുന്ന് നൽകും. അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ കർത്താവെ പ്രകൃതിയുടെ മേൽ അവിടുന്ന് നിയന്ത്രണം ഉണ്ടാകും. ഓളങ്ങളും തിരമാലകളും ഒക്കെ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യാശിക്കുക, നിങ്ങൾ ധൈര്യപ്പെടുക, അങ്ങേ പാടി സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, തിരുസാന്നിധ്യം അനുഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കാം. പ്രത്യേകിച്ച് കാത്തിരിപ്പിന്റെ ഈ ദിനങ്ങളിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുക, ഞങ്ങളുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുക, ദൈവിക പരിശുദ്ധാത്മാവിനെ നടത്തിപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ യാഥാർത്ഥ്യമായി തീരുവാൻ നിന്റെ കൃപ അവിടുന്ന് പകരണമേ. ഈ ആരാധനയിൽ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലും വിവിധ രാജ്യങ്ങളിലും ഇരുന്ന് ഇതിൽ പങ്കുചേർന്നിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളും ആവശ്യങ്ങളും പരമേൽപ്പിക്കുന്നു. കർത്താവെ, വേഗത്തിൽ അവിടുത്തെ ആലയത്തിലേക്ക് മടങ്ങി വരുവാനും അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാണ്. സകല മാനവും മഹത്വവും അവിടുന്ന് വെക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.